സുന്ദരീസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? അപ്പോൾ നമ്മളൊരു വൈറൽ പ്രോഡക്റ്റ് കണ്ടിട്ടുണ്ടാവും, ഫുഡ് പീലിംഗ് മാസ്ക് എന്ന് പറഞ്ഞിട്ടുള്ളത്. അത് ഇൻസ്റ്റയിലാണെങ്കിലും ശരി, യൂട്യൂബിലാണെങ്കിലും ശരി, കുറേ അധികം പേര് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറേ പേര് എനിക്ക് മെസ്സേജും അയച്ചിട്ടുണ്ടായിരുന്നു ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാനായിട്ട്. അങ്ങനെ ഞാൻ ഒരു ഷോർട്സ് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാം, കാരണം കുറേ പേര് അവരുടെ അഭിപ്രായങ്ങൾ എനിക്ക് മെസ്സേജ് ആയിട്ടൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം കൂടി കൂട്ടിച്ചേർത്ത് നമുക്ക് ഒരു ലോങ് ഫോർമാറ്റ് വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് കേട്ടോ പീലിംഗ് ആൻഡ് എക്സ്ഫോളിയേറ്റിംഗ് ഫുഡ് മാസ്ക് എന്ന് പറയുന്നത്. ഇത് എത്ര പേരല്ലേ വീഡിയോ ചെയ്തിട്ടില്ല. പിന്നെ അവരുടെ ആഡും കുറേ ഉണ്ടായിരുന്നു. അങ്ങനെ കണ്ട് തന്നെ നമുക്ക് മേടിക്കാൻ തോന്നും. അപ്പോഴാണ് ഞാൻ പണ്ട് ആരുടെയോ ഇൻ്റർവ്യൂവിൽ പറയുന്നത് കേട്ടിട്ടുണ്ട്, ശരിക്കും പറഞ്ഞാൽ ഈ പരസ്യത്തിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ആവശ്യമില്ലാത്തൊരു കാര്യമാണെങ്കിൽ പോലും നമുക്ക് നമ്മുടെ മൈൻഡിൽ അത് കണ്ട് ആവശ്യമുണ്ടെന്ന് തോന്നിപ്പോവാണ്. എന്നിട്ട് ഓക്കെ, അങ്ങനെ ഒരു ആവശ്യമുണ്ട് അല്ലേ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പിന്നെ അത് മേടിക്കായിരിക്കും. ഒരു പരിധിവരെ നമുക്ക് നമ്മുടെ തലയിൽ കൂടെ പോയിട്ടുണ്ടാവില്ല ഇങ്ങനെ ഒരു സാധനം വേണം എന്നുള്ളത്. അതാണ് പരസ്യത്തിൻ്റെ ഒരു വലിയൊരു ഇമ്പാക്റ്റ് എന്ന് പറയണത്. അപ്പം അതുകൊണ്ട് നമ്മൾ പരമാവധി അതിൽ വീഴാണ്ടിരിക്കുക. ഞാനിപ്പോൾ അതിൽ വീണ് മേടിച്ചു, അത് വേറെ കാര്യം. പക്ഷെ നമ്മുടെ ജോലിയാണല്ലോ അങ്ങനത്തെ ഓരോ സാധനങ്ങൾ ട്രൈ ചെയ്ത് റിവ്യൂ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ വില വന്നിട്ട് 648 രൂപയാണ് കേട്ടോ. അത്യാവശ്യം എക്സ്പെൻസീവ് ആണ്. ഒരു പ്രാവശ്യത്തെ യൂസിന് നമുക്ക് 600 സംതിങ് എന്ന് പറഞ്ഞാൽ വിലയുണ്ട്. പക്ഷെ ഞാനൊരു പെഡിക്യൂറായിട്ടൊക്കെ കമ്പയർ ചെയ്ത് നോക്കിയപ്പോൾ അത്യാവശ്യം നല്ലൊരു സാലോണിൽ പോവുകയാണെങ്കിൽ നമുക്ക് ഒരു 1000 രൂപ അറൗണ്ട് ഒക്കെ വരുമല്ലോ. ഒരു 600 to 1000 രൂപ അറൗണ്ട് ഉണ്ടാവും. നമ്മളവിടെ പോയിരിക്കുന്ന ടൈമും ഒക്കെ വെച്ച് നോക്കുമ്പോൾ അതും ഒരു ചിലവാണ്. അപ്പം നമുക്ക് വീട്ടിൽ തന്നെ ആ ഒരു എഫക്റ്റ് കിട്ടുകയാണെങ്കിൽ നല്ലതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അത് മേടിച്ചു കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഇത് 2 സോക്സ് പോലെയാണ് വരുന്നത്. ഇത് കണ്ടോ. അപ്പോൾ ഇതിനകത്ത് ആ ഒരു ലിക്വിഡ് ഫോമിൽ മാസ്ക് ഉണ്ടാവും. നമ്മൾ ഇതിനെ തുറക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 2 സൈഡിലും ആ ഒരു പേപ്പറിൻ്റെ ഭാഗം ഉണ്ടാവണം. അതല്ലാണ്ട് തുറന്നിട്ട് നമ്മൾ വെറുതെ കാലിട്ട ചിലപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ ഭാഗത്തായിരിക്കും കാല് പോവുക. അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ കൃത്യം ഓപ്പൺ ചെയ്തിട്ട് കാല് ഉള്ളിലേക്ക് ഇടുക എന്നുള്ളതാണ്. അതായത് ഒരു പേപ്പറിൻ്റെ ഫോമിലൊരു സാധനം ഉണ്ടാവും, അതിനകത്താണ് സിറം ഉള്ളത്. അപ്പോൾ ആ സിറത്തിൽ വേണം നമ്മൾ കാല് മുക്കി ഇടാനായിട്ട്. എന്നിട്ട് നമ്മൾ കാല് ഇതേപോലെ ഒന്ന് റാപ്പ് ചെയ്ത് വെക്കുക. ഞാൻ ഇവിടെ സൈഡിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇതേപോലെ അങ്ങ് ചെയ്താൽ മതി. എന്നിട്ട് ഇത് വെക്കേണ്ട സമയം എന്ന് പറയണത് 90 to 120 minutes ആണ്. അപ്പം അത്രയധികം സമയം നമ്മൾ വെക്കണം. പിന്നെ ഇത് വെക്കണേക്കാട്ടിനും മുന്നേ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, നന്നായിട്ട് ക്ലീൻ ആക്കിയിട്ടുള്ള കാല് വേണം ഇതിനകത്തേക്ക് നമുക്ക് ഇടാനായിട്ട്. അതല്ലാണ്ട് ഈ നടന്ന് അങ്ങനെ അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ അതോടുക്കരെ അങ്ങനെ വെക്കരുത് കേട്ടോ. അത് മാത്രമല്ല, കാലിൽ എന്തെങ്കിലും പൊട്ടലോ എന്തെങ്കിലും ചൊറിച്ചിലോ അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ വെക്കാണ്ടിരിക്കുന്നതായിരിക്കും നല്ലത്. പ്രത്യേകം അത് ടേക്ക് കെയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 3 ദിവസം കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ പീൽ ഓഫ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും പീൽ ഓഫ് മാസ്ക് ആണ്. അപ്പോൾ അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള ഇതായിരിക്കും, കെമിക്കലാവും ഉണ്ടാവുക. അങ്ങനെയാണല്ലോ നമ്മുടെ സ്കിന്ന് പീൽ ചെയ്യണത്. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത് AHA BHA ആണ് ഉള്ളതെന്നുള്ളതാണ്. ജെൻറ്റ്ലി നമ്മുടെ ഡെഡ് സ്കിന്നൊക്കെ എക്സ്ഫോളിയേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ നമുക്ക് സ്മൂത്തർ ആയിട്ടുള്ള സ്കിൻ തരാനായിട്ട് ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. കുറേ ഇൻഗ്രീഡിയൻസ് ലിസ്റ്റും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. ഇതിൻ്റെ ആക്ച്വൽ പ്രൈസ് വന്നിട്ട് 750 റുപ്പീസാണ്. പക്ഷേ ആമസോണിൽ എപ്പോഴും ഡിസ്കൗണ്ട് ഉണ്ട്. 648 റുപ്പീസിനാണ് കേട്ടോ നമുക്ക് കിട്ടുക. സൾഫേറ്റ്സും പാരബിൻസും ഒന്നും ഇല്ല എന്ന് പറയുന്നുണ്ട്. ആർട്ടിഫിഷ്യൽ കളേഴ്സ് ഒന്നും ഇല്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെ എന്നാലും നമുക്കറിയാം കെമിക്കൽ പീലാണ് ഇത് ബേസിക്കലി. അപ്പോൾ അതുകൊണ്ട് ഇത് എല്ലാവർക്കും സൂട്ട് ആവണമെന്നില്ല. കുറേ പേർക്ക് അലർജീസും കാര്യങ്ങളും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇത് നമുക്ക് പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കാനും വലിയ നിവർത്തിയില്ല. കാരണം ഇതിപ്പോൾ നമ്മൾ തുറന്നു കഴിഞ്ഞാൽ കാലിട്ട് നോക്കുക എന്നുള്ളതല്ലേ ഉള്ളൂ. പിന്നെ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, നമുക്ക് വല്ലാണ്ട് ഒരു ഇറിറ്റേഷനൊക്കെ ഫീൽ ചെയ്യുകയാണെങ്കിൽ നമുക്കതിന് വേണ്ടാന്ന് വെക്കുക. 90 മിനിറ്റ്സോളം വെക്കേണ്ട എന്നുള്ളൊരു തീരുമാനത്തിൽ നമുക്ക് ഒഴിവാക്കുക എന്നുള്ളത് മാത്രമേ നിവർത്തിയുള്ളൂ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള കാലുകളൊക്കെ ആണെങ്കിൽ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. കാലിൽ വല്ല പൊട്ടലോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ ഒരു അലർജി പോലെ വന്നിട്ടുള്ള എന്തെങ്കിലും പാച്ചസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒഴിവാക്കുകയാണ് കേട്ടോ നല്ലത്. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല എന്ന് തോന്നുകയാണെങ്കിൽ നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. കറക്റ്റ് 3 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് പീലിംഗ് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അത് ഞാനിവിടെ കാണിക്കാം. എന്നിട്ട് ഒരു 10 ദിവസത്തിലാണ് ഇത് കംപ്ലീറ്റ്ലി പീൽ ഓഫ് ചെയ്യുക. അപ്പോൾ ഈ 3 ദിവസം മുതൽക്ക് 3ാമത്തെ ദിവസം മുതൽക്ക് 10 ദിവസത്തിൻ്റെ ഇടയിലേക്ക് ഇത് നമ്മുടെ കാല് കുറച്ച് അഭംഗിയായിരിക്കും കാണാനായിട്ട്. കാരണം അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ തൊലിയൊക്കെ ഇങ്ങനെ വന്ന് നിന്നിട്ട് ഞാൻ ഇപ്പോൾ ഇവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു ലുക്കായിരിക്കും.
പിന്നെ എൻ്റെ കാലും ഒരു പാട് കാണുന്നുണ്ടാവും, അത് ചെരുപ്പിട്ട് പൊട്ടിയ പാടാണ്, അതല്ലാണ്ട് ഇത് ഇട്ടുകൊണ്ടുള്ളതല്ല കേട്ടോ. അപ്പോൾ അത് ഞാൻ ഉണങ്ങിയതിന് ശേഷമാണ് ഈ മാസ്ക് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ പൊട്ടിയ പാടുകളൊക്കെ പാടല്ല, പൊട്ടിയ സമയത്തൊക്കെ ഈ മാസ്ക് ഇടാൻ പാടില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ പീൽ ഓഫ് ചെയ്ത് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കാല് തരും. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സത്യം പറഞ്ഞാൽ നല്ലൊരു റിസൾട്ട് ഉണ്ട്. ഒരു 650 റുപ്പീസ് എന്നുള്ള രീതിക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ പാർലറിലൊക്കെ പോയി പെഡിക്യൂറൊക്കെ ചെയ്യുന്നതിനെക്കാട്ടിലും ഒരു ബെറ്റർ റിസൾട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതിന് ഡെഫിനറ്റ്ലി വേറൊരു ഫീലാണ്. അത് നമുക്ക് നമ്മുടെ കാലിന് നല്ലൊരു മസാജ് തരും, കുറേ കൂടി ഒരു സേഫാണത്, പീലല്ലല്ലോ, പെഡിക്യൂർ എന്നുള്ള രീതിയിൽ. അപ്പോൾ അതിൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് കുറേ കൂടി സോഫ്റ്റ് ആയിട്ടുള്ള കാല് തരും, ശരിയാണ്. പക്ഷെ ഇതെന്ന് വെച്ചാൽ പ്രോപ്പർ പീലാണ്, നമ്മുടെ സ്കിന്നിങ്ങനെ പൊളിഞ്ഞു പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ റിസൾട്ട് കുറച്ചുകൂടി ബെറ്റർ ആണ്. പക്ഷേ ഇതിന് റിസ്ക്കും കുറച്ചും കൂടി ഉണ്ടെന്ന് വേണം പറയാനായിട്ട്. പിന്നെ ഈ പീൽ ഓഫ് ആവുന്ന സമയത്തൊക്കെ കഴിവതും പുറത്തേക്ക് പോകുമ്പോൾ സോക്സ് ഇടുക, അതിൻ്റെ ഒപ്പം ഷൂസ് ഇട്ടിട്ട് പോകുന്നതാണ് നല്ലത്. വെയിൽ തട്ടാണ്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. വെയിൽ തട്ടുമ്പോൾ എന്തായാലും നമ്മുടെ കാല് സെൻസിറ്റീവ് ആണല്ലോ. ഈ പീൽ ഓഫ് ആയി പോയിക്കൊണ്ടിരിക്കുന്ന സമയത്തും ഈവൻ പീൽ ഓഫ് ആയി കഴിയുന്ന സമയത്താണെങ്കിലും നമ്മുടെ കാല് വളരെ സെൻസിറ്റീവ് ആയിരിക്കും. കാരണം നമ്മുടെ സ്കിൻ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള സമയമാണ്. അപ്പോൾ ഇതിൽ വെയിൽ തട്ടുമ്പോൾ കൂടുതൽ നമ്മുടെ കാല് ഡാർക്ക് ആവും. അപ്പോൾ നമ്മൾ ഈ കണ്ട കാര്യങ്ങൾ ചെയ്തതിന് യാതൊരു ഗുണവും ഉണ്ടാവില്ല കേട്ടോ. അപ്പം അങ്ങനത്തെ ആ ഒരു രീതിക്ക് നമുക്ക് സൂക്ഷിക്കാൻ കഴിയുമെങ്കിൽ മാത്രം ഇത് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഇത് ചെയ്യേണ്ടതേ ഞാൻ പറയുള്ളൂ. നമ്മളെപ്പോഴും ഈ വെയിലത്ത് നടക്കുന്ന ആളുകളാണ്, അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് പാടാണ്. എനിക്ക് നന്നായിട്ട് മനസ്സിലാവും. പിന്നെ ഇതിൻ്റെ റിസൾട്ട് കാണുമ്പോൾ നമുക്കൊരു ഒബ്സഷൻ ഫീൽ ചെയ്യും കേട്ടോ. കാലിങ്ങനെ ആർക്കാലേ നല്ല ഭംഗിയുള്ള കാലും കൈയൊക്കെ കാണുമ്പോൾ എല്ലാവർക്കും, എനിക്കും ഭയങ്കര ഒബ്സഷനാണ്. പക്ഷെ നമുക്കറിയാവുന്ന കാര്യമാണ്, നമ്മൾ വീട്ടിലെ ജോലികൾ ചെയ്യുന്നവരാണ്, അതേപോലെ തന്നെ അങ്ങനെ കാല് സൂക്ഷിക്കാൻ പറ്റാത്തവരാന്ന് വെച്ചാൽ വെയിലത്തൊക്കെ നടക്കുന്നവരാണ്, നമുക്ക് ഡെഫിനറ്റ്ലി ടാനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ നമുക്കിത് പീൽ ഓഫ് ചെയ്ത് നല്ല ഭംഗിയുള്ള കാലുകൾ ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര ഒരു ഒബ്സഷൻ ആവും. അപ്പോൾ നമുക്ക് റെഗുലറായിട്ട് ഇത് യൂസ് ചെയ്യാൻ തോന്നും. ഡെഫിനറ്റ്ലി നല്ലതല്ല, നമ്മുടെ സ്കിൻ ബാരിയറിനെ തന്നെ അത് നശിപ്പിക്കും. പീൽസ് എന്ന് പറയുന്നത് ഭയങ്കര സൂക്ഷിച്ച് ഹാൻഡിൽ ചെയ്യേണ്ട ഒരു സാധനം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് വല്ലപ്പോഴും ഒരിക്കൽ നമ്മൾക്ക് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലോണം സൂക്ഷിക്കുക. അതിനുള്ളൊരു മനസ്സുണ്ടാവണം കേട്ടോ. അങ്ങനെയുള്ളവർ മാത്രം ഈ 650 രൂപയും കളഞ്ഞത് മേടിച്ചാൽ മതി എന്നാണ് എൻ്റെ അഭിപ്രായം. എത്ര നല്ലോണം സൂക്ഷിക്കുന്ന ഒരാളാണ്, എത്ര നല്ല റിസൾട്ട് കിട്ടിയാലും ഓൺ റെഗുലർ ബേസിസിൽ ഇത് യൂസ് ചെയ്യരുത്. നല്ലൊരു ഗ്യാപ്പ് കൊടുത്തിട്ട് മാത്രമേ പിന്നീട് യൂസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പം നമുക്ക് ഒരു ഫങ്ഷനൊക്കെ ഉണ്ട്, അതായത് നമ്മളിപ്പോൾ ഒരു ബ്രൈഡാണ്, അങ്ങനെയാണെങ്കിൽ നമുക്കിത് ഡെഫിനറ്റ്ലി ഒരു 2 to 3 ആഴ്ച മുമ്പ് നമുക്ക് യൂസ് ചെയ്ത് നന്നായിട്ട് നമ്മുടെ കാലൊക്കെ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് ആ സമയത്ത് അങ്ങനത്തെ ഫോട്ടോസൊക്കെ ചിലപ്പോൾ എടുക്കാനുണ്ടാവുമല്ലോ. അങ്ങനത്തെ ഇതിനൊക്കെ വേണ്ടിയിട്ട് നല്ലതായിട്ട് എനിക്ക് തോന്നി. നല്ലൊരു റിസൾട്ട് ഉണ്ട് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. പക്ഷെ ഇതിന് ഈ പോസിറ്റീവ്സും നെഗറ്റീവ്സും ഒക്കെ മനസ്സിൽ വെച്ചിട്ട് മാത്രം യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒപ്പം തന്നെ വേറൊരു കിറ്റായിട്ട് വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പീൽ ഓഫ് മാസ്ക് ഉണ്ട്, അതിൻ്റെ ഒപ്പം തന്നെ ഹൈഡ്രേഷൻ സോക്സ് ഉണ്ട്, പിന്നീട് ഈ ഫുഡ് ക്രീം ഉണ്ട്. അപ്പോൾ പീൽ ഓഫ് മാസ്കിൻ്റെ കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. പിന്നെ ഹൈഡ്രേഷൻ സോക്സ് എന്ന് പറയുന്നത് അത് നമ്മുടെ കാലിന് പീൽ ഓഫ് ചെയ്യുക അങ്ങനെ ഒന്നുമില്ല. നമ്മുടെ കാല് നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ട് നല്ല റഫ് ഡ്രൈ ആയിട്ടുള്ള കാലുകളായിരിക്കുമല്ലോ നമുക്ക് കൂടുതലും ഉണ്ടാവുക. കാരണം നമ്മൾ ഒബ്വിയസ്ലി കാലിൻ്റെ ഉപയോഗം എന്താണ്, നമ്മളിങ്ങനെ കുറേ നടക്കുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഉപ്പുറ്റിയുടെ ഭാഗത്തൊക്കെ ഡ്രൈ ആയിട്ടുള്ള സ്കിന്നൊക്കെ ആയിരിക്കും. അങ്ങനെയൊക്കെ ഉള്ളവർക്ക് നല്ല സോഫ്റ്റ് ആവും. നമുക്ക് ഈ ഉപ്പുറ്റിയുടെ ക്രാക്സ് ഒക്കെ വന്നിട്ടുണ്ടാവില്ലേ, അവിടെയൊക്കെ സോഫ്റ്റ് ആവും. നമ്മുടെ പീൽ ഓഫ് മാസ്ക് ഉപ്പുറ്റി ക്രാക്സ് വീണിട്ടുള്ള അല്ലെങ്കിൽ അവിടെ ഭയങ്കര കട്ടി സ്കിന്നുള്ളവരൊക്കെ ഉണ്ടാവില്ല, അവരൊക്കെ ആണെങ്കിലും ആ സ്കിൻ പീൽ ഓഫ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും കേട്ടോ. അതെനിക്ക് നല്ലൊരു കാര്യമായിട്ട് തോന്നി. പിന്നെ ഈ ഫുഡ് ഹൈഡ്രേഷൻ സോക്സ് ആണെങ്കിൽ നന്നായിട്ട് നമ്മുടെ കാലിനെ മോയ്സ്ചറൈസ് ചെയ്യും കേട്ടോ. ഇതും ഇങ്ങനെ തന്നെ നന്നായിട്ട് കാല് കഴുകി വൃത്തിയാക്കുക, എന്നിട്ട് ഈ സോക്സ് പോലെ ഇടുക, എന്നിട്ടൊരു 20 to 30 മിനിറ്റ് വെച്ചതിന് ശേഷം നമ്മൾ ആ സിറം ഉണ്ടാവും നമ്മുടെ കാലിൽ, അത് കഴുകി കളയാണ്ടിരിക്കുക. നന്നായിട്ട് നമ്മുടെ ക്യൂട്ടിക്കിൾസിനൊക്കെ സോഫ്റ്റ് ആക്കും എന്നുള്ളതാണ് പറയണത്. എൻ്റെ അത് ശരിയാണ്, നല്ലോണം നമ്മുടെ കാല് സോഫ്റ്റ് ആക്കും. അപ്പം ഈ മാസ്കിൻ്റെ വില ഇത് തനിയായിട്ട് ഞാൻ മേടിക്കല്ല കേട്ടോ ചെയ്തത്, ഒരു പാക്ക്, ഒരു കോംബോ പാക്കായിട്ടാണ് മേടിച്ചത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ 3ഉം കൂടിയിട്ട് 1000 സംതിങ് ആണ്. അതിന് ശേഷം ഈ ക്രീമും കൂടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇത് ഫുഡ് റെസ്ക്യൂ ക്രീമാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കാലായിട്ടുണ്ടാവട്ടെ, എനിക്ക് അങ്ങനെ തോന്നി. ഇതുവരെ എളുപ്പമാണ് ശരിക്കും പറഞ്ഞാൽ, ഇങ്ങനത്തെ ഒരു സോഫ്റ്റ് കാലാക്കി എടുക്കാൻ എളുപ്പം. ഇത് ഇങ്ങനെ നമ്മൾ സൂക്ഷിച്ച് കൊണ്ടുപോകണമെന്നുള്ളതാണ്. മെനക്കെട്ട് നമ്മൾ സൺസ്ക്രീനൊക്കെ അപ്ലൈ ചെയ്യണം. പിന്നെ വെയിൽ എങ്ങാനും തട്ടാൻ തോന്നുകയാണെങ്കിൽ ആ സമയത്തൊക്കെയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഷൂസ് ഇടാൻ ശ്രദ്ധിക്കുക, ഓപ്പൺ കാലുകളായിട്ട് പുറത്ത് പോകാണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക. അങ്ങനെയൊക്കെ നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ നമുക്കിത് കൊണ്ടുപോകാവുന്നതാണ്. ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇൻ കേസ് വേണമെങ്കിൽ ഇറ്റ്സ് വർത്ത് ഫോർ ദ മണി ആയിട്ടാണ് എനിക്ക് ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ തോന്നിയത് കേട്ടോ. പിന്നെ അടുത്തൊരു സാധനം എന്ന് പറയുന്നത് ഇതേ സെയിം ബ്രാൻഡിൻ്റെ തന്നെയാണ് കേട്ടോ.
200 ഇത് വരിക. ഇത് ഹാൻഡ് ഹൈഡ്രേഷൻ ഗ്ലൗസ് ആണ് കേട്ടോ. ഇതും നമ്മുടെ ഫുഡ് ഹൈഡ്രേഷൻ മാസ്ക് പോലെ തന്നെയാണ്. നമ്മുടെ കയ്യിലിടുക. കയ്യിലിട്ട് കഴിഞ്ഞാൽ നല്ല സിറമൊക്കെ ഉള്ള കാരണം ഒരു 20 to 30 minutes വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി ഒന്ന് സോഫ്റ്റ് ആയിട്ടുള്ള കൈയായിട്ട് തോന്നും. ഇതെനിക്ക് താരതമ്യേന അത്ര വലിയൊരു മാറ്റവും കാര്യങ്ങളൊന്നും തോന്നിയില്ല. കുഴപ്പമില്ല, നല്ലൊരു മാസ്ക്. നമുക്കിങ്ങനെ ബ്രൈഡ്സ് ഒക്കെയാണ് 200 ഒക്കെ അല്ലേ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഇവൻറ്റ് ഉണ്ട്, ഇങ്ങനെ കൈയൊക്കെ ഇങ്ങനെ നല്ല രീതിയിൽ സൂക്ഷിക്കാനൊക്കെ ഇഷ്ടം, പാർലറിൽ പോയി പെഡിക്യൂർ മാനിക്യൂർ ഒക്കെ ചെയ്യാൻ ഇഷ്ടമുള്ളവരാണ് പകരം വീട്ടിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണമെങ്കിൽ ഇത് നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി കേട്ടോ. നല്ല ഒരു പ്രോഡക്റ്റാണ് ഇതും. ഈ പറഞ്ഞ പോലെ കൈ നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഈ ഗ്ലൗസ് ഇടുക. ഒരു 20 to 30 minutes അത് അങ്ങനെ വെക്കുക. അതിനുശേഷം നമ്മൾ മാസ്ക് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ കയ്യിൽ പിന്നെ തൽക്കാലം വേറെ ഒന്നും ഉപയോഗിക്കാണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. കൈ കഴുകാണ്ടിരിക്കാനും ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈ ഒരു സോഫ്റ്റ്നെസ് കുറച്ച് നേരത്തേക്കൊക്കെ ഉണ്ടാവും. അതല്ലാണ്ട് വേറൊരു വ്യത്യാസമൊന്നും എനിക്ക് തോന്നിയില്ല കേട്ടോ. റിവ്യൂസ് നോക്കുമ്പോൾ ഈ മാസ്ക് അധികം യൂസ് ചെയ്തതായി ഞാൻ കണ്ടില്ല കേട്ടോ. ഈ പീലിംഗ് ആൻഡ് എക്സ്ഫോളിയേറ്റിംഗ് ഫുഡ് മാസ്ക് ഒരുപാട് പേര് യൂസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് കുറേ പേരുടെ മെസ്സേജും വന്നിട്ടുണ്ടായിരുന്നു യൂസ് ചെയ്തിട്ട് ഭയങ്കര ഇഷ്ടമായി എന്നുള്ളത്. കുറച്ച് പേര് മാത്രമാണ് അവരുടെ ഭയങ്കര ഡ്രൈ ആവുകയും സ്വെല്ലനായി അവരുടെ കാല് ഭയങ്കരമായിട്ട് ഇങ്ങനെ കടിച്ചു വീർത്തു. അതിപ്പോൾ അലർജി ഉള്ളത് കൊണ്ട് തന്നെയാണ്. അപ്പം അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അങ്ങനെ 2-3 പേര് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അതല്ലെങ്കിൽ നല്ലൊരു മാസ്കാണ്. വല്ലപ്പോഴും മാത്രം ട്രൈ ചെയ്ത് നോക്കുന്നത് നമ്മുടെ സ്പെഷ്യൽ ഒക്കേഷൻസിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് നല്ലതാണ്. ഇതല്ലാണ്ട് നമുക്ക് നമ്മുടെ കൈയും കാലും നോക്കാനായിട്ട് ഞാൻ ഇത് പറയാൻ എത്ര കണ്ടും ഇതാ കറക്റ്റ് ആയിട്ടുള്ള ആളാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല കേട്ടോ. കാരണം എനിക്ക് ഏറ്റവും അധികം വരുന്ന കോമൻസ് ആണ് കൈ കാണാൻ ഭംഗിയില്ല, അല്ലെങ്കിൽ മുഖം വെച്ച് നോക്കുമ്പോൾ കൈ ഇതെന്താ ഇങ്ങനെ കയ്യിലും കൂടി പുട്ടിട്ടൂടെ എന്നൊക്കെ ചോദിച്ചിട്ട് എനിക്ക് കുറേ കോമൻസ് വരാറുണ്ട്. ഒന്ന്, എൻ്റെ കൈ എൻ്റെ ഫേസിനെക്കാട്ടിലും ഡാർക്കറാണ്. അത് എൻ്റെ ചെറുപ്പം മുതൽക്കേ അങ്ങനെയാണ്. പിന്നെ കൂടാണ്ട് നമ്മൾ പണ്ടൊന്നും ഈ സൺസ്ക്രീൻ ഇടുന്ന കാര്യമേ ആലോചിക്കുന്നില്ലല്ലോ. അപ്പോൾ നമ്മളെപ്പോഴും വണ്ടി ഓടിക്കുമ്പോൾ കയ്യിൽ ഇങ്ങനെ വെയിൽ തട്ടി കൂടുതൽ ടാൻ ആവുകയും ചെയ്തു. അങ്ങനെ ഇങ്ങനെ കാലങ്ങളായിട്ട് അടിഞ്ഞിരിക്കുന്ന ടാൻ ഇങ്ങനെ പോണ്ടേ. അത് എന്തൊക്കെ ചെയ്താലും ഒരു പരിമിതി ഉണ്ടല്ലോ. പിന്നെ നമ്മൾ അടുക്കളയിലത്തെ ജോലികളും കാര്യങ്ങളും ഒക്കെ നമ്മൾ കൂടുതൽ ചെയ്യും തോറും ഡെഫിനറ്റ്ലി കുറെ കൂടി ഹാർഡ് ആവുകയും. പിന്നെ ഞാൻ വർക്കൗട്ട് ചെയ്യുന്ന ഒരാളാണ്. പിന്നെ കൈയിൻ്റെ ഉള്ളം കൈയിലൊക്കെ നോക്കി ശരിക്കും തഴമ്പുള്ള ഒരു കൈയാണ് എൻ്റെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കൈ എങ്ങനെ സംരക്ഷിക്കണം എന്ന് ചോദിച്ചാൽ ഞാൻ അത് പറയാൻ പറ്റുന്ന ഒരാളാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിയില്ല. പക്ഷെ എന്നാലും ഞാൻ എന്താ ചെയ്യാറെന്ന് വെച്ചാൽ കഴിവതും മോയ്സ്ചറൈസ്ഡ് ആക്കി വെക്കാറുണ്ട്. ബോഡി ലോഷൻ അപ്ലൈ ചെയ്യുമ്പോൾ അത് കയ്യിൽ നന്നായിട്ട് മസാജ് ചെയ്യും, കാലിലും നന്നായിട്ട് മസാജ് ചെയ്ത് വെക്കാറുണ്ട്. കാലിന് വേണ്ടിയിട്ട് ഞാൻ മെയിനായിട്ട് ചെയ്യുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ രാത്രി കിടക്കുമ്പോൾ നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്ത് സോക്സ് ഇട്ട് കിടക്കുകയാണ് കേട്ടോ ഞാൻ ചെയ്യുക. അത് ഞാൻ സ്ഥിരം ചെയ്യാറുണ്ട്. അത് എനിക്ക് നല്ലൊരു മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാൻ നോക്കാറുണ്ട്. അതുപോലെ തന്നെ പുറത്തിറങ്ങുമ്പോൾ ഷൂസ് ഇടാറുണ്ട്. കൈ പിന്നെ നമുക്ക് ഷൂസ് ഇടാൻ ഗ്ലൗസ് ഒന്നും ഇട്ട് എപ്പോഴും എനിക്കത് പറ്റാറില്ല. എന്നാലും വണ്ടി ഓടിക്കുന്ന സമയത്ത് അങ്ങനെ വെയിലത്താണെങ്കിൽ ചിലപ്പോഴൊക്കെ ഗ്ലൗസ് ഇടും, അല്ലെങ്കിൽ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാറുണ്ട്. പിന്നെ രാത്രി കിടക്കുമ്പോൾ കൈ നന്നായിട്ട് മോയ്സ്ചറൈസ്ഡ് ആക്കും. ഇത്രയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ മുന്നത്തെക്കാട്ടും ബെറ്റർ ആയോന്ന് ചോദിച്ചാൽ എനിക്ക് ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഓരോരുത്തരുടെ കൈയുടെ നേച്ചറും ഉണ്ടല്ലോ. എനിക്കിപ്പോൾ നന്നായിട്ട് ഞരമ്പൊക്കെ നന്നായിട്ട് പൊന്തി കാണുന്ന ഒരു പ്രകൃതമാണ്. ഒന്നാമത് ഞാൻ വണ്ണം കുറവാണ്, രണ്ടാമത് എൻ്റെ കൈ അങ്ങനെയാണ്. നമുക്കൊന്നും ചെയ്യാൻ നിവർത്തില്ല. അതിനിപ്പോൾ വേണമെങ്കിൽ ഞാൻ റിസർച്ച് ചെയ്തെടുത്തോളം നമുക്ക് ഫില്ലേഴ്സ് ആഡ് ചെയ്യണം. ഫില്ലേഴ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഞരമ്പുകൾ ഇങ്ങനെ ഇതാവണത് നെഗത്തി ഇതാവില്ലേ, അങ്ങനെ നമുക്ക് അത് അതിന് മാത്രമുള്ള ലൈക്ക് ബുദ്ധിമുട്ടൊന്നും എനിക്ക് കൈ കാരണം ഇല്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനെ തന്നെ ഇരുന്നോട്ടെ, ഇത് മതി. അപ്പോൾ ദാറ്റ്സ് ഓക്കെ. ഇത് എല്ലാവരുടെയും കൈയും കാലൊക്കെ ഒരേപോലെ ഉണ്ടാവില്ലല്ലോ, പലതും പല രീതിയിലായിരിക്കും. അപ്പോൾ സാരില്ല, അതൊന്നും ആലോചിച്ച് വിഷമിക്കൊന്നും വേണ്ട. ഞാൻ ഈ അടുത്ത് ഒരു ഇൻഫ്ലുവൻസർ ആ കുട്ടിയും ഇങ്ങനെ പറയാനായിട്ടുണ്ടായിരുന്നു. ആ കുട്ടിയുടെ അടുത്ത് ഇങ്ങനെ ആ കുട്ടിയുടെ കയ്യിൽ ചെറുതായിട്ടൊരു ചുളിവ് പോലെ, എനിക്കങ്ങനെ ഭയങ്കര വ്യത്യാസം എനിക്കങ്ങനെ തോന്നിയില്ല കേട്ടോ. പക്ഷെ ഇങ്ങനെ കുറേ കോമൻസ് ഉണ്ടായിരുന്നു എന്ന്, ഇങ്ങനെ കൈ എന്താ ഇങ്ങനെ ഇരിക്കണേ എന്ന് വെച്ചാൽ കമൻസ് എന്ന് പറയുമ്പോൾ അത്ര സോഫ്റ്റ് ആയിട്ട് ആവില്ലല്ലോ അവർ ചോദിക്കുന്നുണ്ടാവും, ഭയങ്കര ഹാർഷായിട്ട് തന്നെയാവും ചോദിക്കുന്നുണ്ടാവും. അപ്പോൾ ആ കുട്ടി ഇങ്ങനെ അതിന് മറുപടി ആയിട്ട് ഇങ്ങനെ പറയായിരുന്നു. ഭയങ്കര കോൺഫിഡൻ്റ് ആണ് കേട്ടോ ആൾ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ആളിങ്ങനെ പറയായിരുന്നു, എൻ്റെ കൈ ഇങ്ങനെ ആണ്, ഞാൻ വെരി കോൺഫിഡൻറ്റ് അബൌട്ട് ഇറ്റ്, എനിക്കില്ലാത്ത ബുദ്ധിമുട്ട് നിങ്ങൾക്ക് വേണ്ടാന്ന് പറഞ്ഞപ്പോൾ എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര ഇൻസ്പിറേഷൻ ആയിട്ടും തോന്നി. അപ്പോൾ ദാറ്റ്സ് ഫൈൻ. ചിലരുടെ കൈ അങ്ങനെയാണ്, നമുക്ക് പറ്റാവുന്ന പോലെ നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം. ഇപ്പം ഞാൻ കൈ നോക്കുന്നുണ്ട്, കാല് നോക്കുന്നുണ്ട്, എനിക്കിഷ്ടമുള്ളതുകൊണ്ടാണ്, അതല്ലാണ്ട് ബാക്കിയുള്ളവർ ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടോ അങ്ങനെയൊന്നുമല്ല. പിന്നെ അങ്ങനെ ചെയ്താലും നമുക്ക് മാറുന്നതിന് ഒരു പരിധിയുണ്ട് കേട്ടോ, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല.
ബട്ട് ഐ എം ഓക്കെ വിത്ത് ഇറ്റ്. ഞാൻ ഹാപ്പിയാണ്, എങ്ങനെയാണോ ഞാൻ അതിൽ ഹാപ്പിയാണ്. എനിക്ക് വേണ്ടി ഞാൻ കെയർ ചെയ്യുക എന്നുള്ളത്. അതേപോലെ തന്നെ നമ്മളിൽ കോൺഫിഡൻ്റ് ആവുക, നമുക്ക് വേണ്ടിയിട്ട് നമ്മുടെ സ്കിൻ ഇഷ്ടമാണെങ്കിൽ അത് കെയർ ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ കേട്ടോ. അത്രയേ ഉള്ളൂ. അപ്പോൾ എന്തായാലും കോമൻറ്റ് സെക്ഷനിൽ ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ് പോസിറ്റീവ് എന്താണ് നെഗറ്റീവ് എന്നുള്ളത് പ്രത്യേകം എടുത്ത് പറയണം കേട്ടോ. കാരണം ഓരോരുത്തരുടെ സ്കിൻ ഡിഫറെൻ്റ് ആണ്. എനിക്ക് ഒരു അലർജിയും ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിലും വേറെ ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് മറ്റാരെങ്കിലും ഉപയോഗിക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവും. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഞാൻ എന്തായാലും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. ഇൻ കേസ് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കൂ. ലവ് യു ഓൾ സോ മച്ച്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ഇങ്ങനത്തെ കുട്ടി പ്രോഡക്ട്സ് ഏതെങ്കിലും റിവ്യൂ ചെയ്ത് കാണണമെങ്കിൽ എന്തായാലും കമൻറ്റ് സെക്ഷനിലും കമൻറ്റ് ചെയ്യൂ കേട്ടോ. അപ്പോൾ ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.